ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചാർട്ട് കാണിച്ചു തരാം. ഈ ചാർട്ടിൻ്റെ അകത്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണം എവിടുന്ന് എൻട്രി എടുക്കണം, എവിടുന്ന് എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്. സിമ്പിളാണ്, ചെറിയൊരു ഗെയിമാണ്. നമുക്ക് നോക്കാം. TVS മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ് ഇത്. ഇന്നലത്തെ ട്രേഡിംഗ് സെഷനാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ. ഇത് സ്റ്റാർട്ട് ചെയ്ത ശേഷം ട്രേഡിംഗ് സെഷൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് മുമ്പോട്ട് മൂവ് ചെയ്തു, ചെറിയ അപ് ട്രെൻഡ് കാണിക്കുന്നു, പക്ഷേ കൺസോളിഡേഷനാണ്. ശേഷം നമ്മൾ ADR ലെവലെത്തി. ADR ലെവലെത്തിയ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ലൊരു വോളിയം കാൻഡിൽ കാണാൻ വേണ്ടി സാധിക്കും. വോളിയം കാൻഡിൽ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം. വോളിയം കാൻഡിൽ വന്നിരിക്കുന്നത് ADR ലെവലിലോ ബ്രേക്ക്ഔട്ടിലോ ഒന്നുമല്ല. അതിൻ്റെ താഴെ ഒരു സ്ഥലത്ത്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്താണ് ഈ ഇത്രയും ഹ്യൂജ് വോളിയം വന്നിരിക്കുന്നത്. ഇന്നത്തെ വോളിയത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ വോളിയം വന്നിരിക്കുന്ന ഏരിയ ഇതാണ്. ഈ ഒരു ഏരിയയിൽ വോളിയം വന്നിരിക്കുന്നു. അതിനുശേഷം നോക്കാം, ADR ലെവലിൽ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ADR ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അപ് ട്രെൻഡിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ട്രെൻഡ് അപ് ട്രെൻഡാണ്. ADR ലെവൽ ബ്രേക്ക് ചെയ്തു, വോളിയം ഈ ക്യാൻഡിൽ വോളിയം വന്നിട്ടുണ്ട്. ഈ വോളിയം വന്ന് ഈ ക്യാൻഡിൽ വളരെ ചെറിയ ക്യാൻഡിലാണ്, പക്ഷേ നല്ല രീതിയിലുള്ള വോളിയം വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മൂവ് ചെയ്യുന്നു. സ്റ്റോക്ക് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. വലിയ രീതിയിലുള്ള വോളിയം കാണാൻ സാധിക്കുന്നില്ല. ചെറിയ വോളിയം ഇവിടേക്ക് കയറി വന്നിട്ടുണ്ട്, പക്ഷേ വലിയ വോളിയം കാണുന്നില്ല. വീണ്ടും സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നു. സ്റ്റോക്ക് ഇവിടെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. പിവറ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല രീതിയിൽ മുമ്പത്തെ കണ്ട അതേ വോളിയം തന്നെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ശേഷം വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് പിവറ്റ് ലെവൽ എത്തി. ഇവിടെ നിന്ന് വോളിയം കാണാൻ സാധിക്കുന്നില്ല. ദെൻ റിവേഴ്സൽ. അതിനുശേഷം റിവേഴ്സൽ വരികയാണ്. അപ്പോൾ ഈ ചാർട്ട് കണ്ടതിൽ നമുക്ക് എന്ത് മനസ്സിലായി, എവിടെ എൻട്രി എടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് കാണാം, തലയത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാർട്ട് ചെറിയൊരു അപ് ട്രെൻഡിലാണ്. ADR ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ ദിവസവും അത് അപ് ട്രെൻഡ്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി മനസ്സിലാക്കാം. എടുക്കുന്നില്ല, കാരണം പല രീതിയിൽ പല സമയത്തും പല സ്ഥലത്തും പോലെ. അപ്പോൾ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ADR ലെവൽ കൂടി ബ്രേക്ക് ചെയ്തു. ADR ലെവൽ കൂടി ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്കിവിടെ തീർച്ചയായിട്ടും ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ ക്യാൻഡിലിൽ ADR ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തിയിരിക്കുന്ന ക്യാൻഡിലിന് തൊട്ട് താഴെ, അല്ലെങ്കിൽ ADR ലെവലിന് തൊട്ട് താഴെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാം. ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. എവിടെ നിന്നാണ് എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് സ്റ്റോക്ക് തന്നെ നമ്മളോട് പറഞ്ഞുതരും. ഇവിടെ നമ്മൾ ഈ ലെവൽ R2 ലെവൽ ബ്രേക്ക്ഔട്ട് നടത്തുന്ന സമയത്ത് ഇവിടുന്ന് എൻട്രി ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അവർ എക്സിറ്റ് ചെയ്ത പൊസിഷനാണ് ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ ഈ ക്യാൻഡിൽ അവർ എക്സിറ്റ് ചെയ്ത ശേഷം ക്യാൻഡിൽ മുകളിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഈ ക്യാൻഡിൽ കണ്ട ശേഷം ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അലേർട്ട് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഈ R2 ലെവലിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് പിന്മാറാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉള്ള ഓരോ ചൂടും നമ്മൾ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകാൻ. നമുക്ക് ഇതിൻ്റെ പകുതിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് പോകണം. ഇതിൻ്റെ ക്യാൻഡിൽ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക, അടുത്ത ക്യാൻഡിൽ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക, അടുത്ത ക്യാൻഡിൽ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ലെവലാകുന്ന സമയത്ത് നമുക്കിവിടെ എക്സിറ്റ് കഴിയും. ഈ ലെവലിൽ എക്സിറ്റ് നടക്കും. അപ്പോൾ ഈ ലെവലിൽ എക്സിറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 147
1 വരെ നമുക്ക് ഇന്നത്തെ ടിപ്പ് ഇതാണ്. അടുത്ത ടിപ്പ്